നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിന്ന് അതിദാരുണമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ബദ്ഹയിൽ തീപ്പൊള്ളലേറ്റ പ്രവാസി മരണപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ കോതപ്പറമ്പ് സ്വദേശി പാണ്ടപ്പറമ്പത്ത് മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ജലദോഷത്തിന് ആവി പിടിക്കുന്നതിനിടെയാണ് മുഹമ്മദ് റാഫിക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുന്നത്. സൗദി അറേബ്യയിലെ ബദ്ഹയിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അതിനു മുകളിൽ കെറ്റിലിൽ വെള്ളം ചൂടാക്കി തലയിൽ പുതപ്പിട്ട് ആവി പിടിക്കുകയായിരുന്നു ഇദ്ദേഹം. ഇതിനിടെ പുതപ്പിലേക്ക് തീ പടർന്നു പിടിക്കുകയായിരുന്നു. രാത്രി സമയമായതിനാൽ റൂമിലുള്ള മറ്റുള്ളവരെല്ലാം ഉറക്കത്തിലായിരുന്നു. അതിനാൽ ആരും തന്നെ ഈ സംഭവം അറിഞ്ഞിരുന്നില്ലെന്നാണ് വിവരം. തീ പുതപ്പിൽ പടർന്നു പിടിച്ചപ്പോൾ ശരീരമാസകലം പൊള്ളലേറ്റതാണ് മരണത്തിന് കാരണമായത്. ഷുമൈസി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം റിയാദിൽ തന്നെ ഖബറടക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ മെഹബൂബ് ചെറിയ വളപ്പ് രംഗത്തുണ്ട്. പിതാവ് ഇസ്മായിൽ, മാതാവ് സൈനബ, ഗനിയയാണ് ഭാര്യ. റിസ്വാന ഫാത്തിമ, മുഹമ്മദ് ഫർഹാൻ, മുഹമ്മദ് റൈഹാൻ എന്നിവർ മക്കളാണ്. അതേസമയം ഹജ്ജ് നിർവഹിക്കാനായി മക്കയിലെത്തിയ മലപ്പുറം സ്വദേശിനി ഹറമിൽ കുഴഞ്ഞു വീണ് മരിച്ചു. തേഞ്ഞിപ്പാലം നീരോൽപാലം സ്വദേശിനി കുപ്പാട്ടിൽ സാജിദയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. സ്വകാര്യ ഗ്രൂപ്പിൽ ബുധനാഴ്ച വൈകിട്ടാണ് ഇവർ ബന്ധുക്കളോടൊപ്പം മക്കയിലെത്തിയത്. ഉംറ കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് ഹറമിലെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. പിതാവ് അബ്ദുട്ടി, മാതാവ് ആയിഷ, ഭർത്താവ് ബീരാൻ. മക്ക അൽ നൂർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച മക്കയിൽ ഖബറെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഖത്തറിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരണപ്പെട്ടു. കൊല്ലം ഭാരതീപുരം ചരുവിള പുത്തൻ വീട്ടിൽ ബി അനൂപാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ജോലി സ്ഥലത്ത് നിന്ന് ഫ്ളാറ്റിലേക്ക് നടന്നു പോകുന്നതിനിടെ കാറിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചതായാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. കഴിഞ്ഞ 4 വർഷമായി ഖത്തറിലെ സ്വകാര്യ കമ്പനിയിൽ സേഫ്റ്റി ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം ഖത്തർ അൽഖോർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 1 മാസം മുൻപാണ് നാട്ടിലെത്തി ഇദ്ദേഹം മടങ്ങിയത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യ ലക്ഷ്മി, മകൻ കൃതീഷ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.